ഹലോ ഗായ്സ്, എല്ലാവർക്കും ഓക്കെ അനാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അതൊക്കെ പണ്ടായിട്ട് പറയല്ലേ. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ആയിട്ടാണ് വന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇനി ഓവർ സംസാരം ഒന്നും വേണ്ട, ഫസ്റ്റ് നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. ഫസ്റ്റ് റോസ്റ്റിംഗ് അല്ല കേട്ടോ, ഇത് എന്തോ ഒരു ചലഞ്ചാണ്, നമ്മൾ നോക്കാം ചലഞ്ച് എന്താ നോക്കാം. ഒരു ചങ്ങായില്ലേ എല്ലായിടത്തും ഇങ്ങനെ തൊട്ടിലെട്ടി കിടക്കുന്ന മറ്റേ ട്രെയിനില് ബസ്സിലൊക്കെ തൊട്ടിലെട്ടി ഏതൊരു ചങ്ങായി എനിക്കറിയില്ല, ഞാൻ അവന്റെ വീഡിയോ ആണ് ഓനക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതില് തൊട്ടില് കെട്ടി കഴിഞ്ഞിട്ട് മറ്റേ ഐക്കയിലാണ് ഇതുള്ളത്. ഇതിനെത്ര 400 dirhams ആണ്. ചലഞ്ചാണ്. ആ ചങ്ങായിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പേര് എപ്പോഴും റീല് കാണലുണ്ട് പക്ഷെ മറന്നുപോയി. അപ്പൊ ഇതില് തൊട്ടില് കെട്ടിക്കാണ്ട് ഇങ്ങനെ ആടുക എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഹംബിൾ റിക്വസ്റ്റ് ആണ്. ഇപ്പൊ ഓന് പറയും ഓനക്ക് വിസയും ടിക്കറ്റൊക്കെ അയച്ചു കൊടുക്കാൻ, അതൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ തന്നെ വിസിറ്റിങ്ങിൽ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ വന്ന് ഇങ്ങനത്തെ ഈ തൊട്ടിലെല്ലാം ഒന്ന് ആട് ഇതൊന്ന് കാണണം. ഇൻഷാല്ലാ. ഓ എന്നാലും എന്താണ് ഓൽക്കിന്റെ പേരറിയില്ലല്ലോ, എപ്പോഴും വീഡിയോ കണ്ടിട്ട് പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചൂടെ. ഞാനും മറക്കരുതിട്ടാ. ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒരു കൊല്ലായിട്ട് ഒരു 100-300 വീഡിയോ ഇട്ട് എന്റെ പേര് ഒന്ന് ഓക്കെ അനാശാണെന്ന് മറ്റാൾ ചോദിക്കണം അനസാണെന്നൊക്കെ. എന്നെ അനസെന്ന് വിളിച്ചണ്ട, ഇക്ക് ഓക്കെ അനാശ് എന്ന് വിളിക്കണതാ ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ ഈ 2002 ഏറ്റവും കൂടുതൽ ആൾക്കാർ ജനിച്ചത് മുഹമ്മദ് അനസിന്റെ പേരുള്ള. ഞാൻ ജാമ്യ മില്ലയിൽ അല്ലെങ്കിൽ ഏത് സ്കൂളിൽ പോയാലും എല്ലായിടത്തും ഉണ്ടാവും അൻസാൻസെന്ന് വിളിക്കുമ്പോൾ എത്ര വട്ടം ഞാൻ തിരിഞ്ഞു നോക്കി എളിഞ്ഞണെന്ന് അറിയാം. അത്രക്കും മനോവേദന ഉള്ളതുകൊണ്ട് പറയുകയാണെ ഇന്നെ ഞാൻ അൻസെന്ന് വിളിക്കണ്ട, ഓക്കെ അനാഷ്. അപ്പൊ ഏതായാലും ഈ പെണ്ണ് ഏതാ, സെന ഫാത്തിമ അങ്ങനെ ഏതോ ഒരു പെണ്ണാണ് പേര്, ദുബായ് ആണ് തോന്നുന്നത്, ദുബായിലല്ലേ. അപ്പം എന്താണ് നമ്മ ഒഫീഷ്യലി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിന്. ഓക്കെ, ഇത്ര കാലം എനിക്ക് 23 വയസ്സായി, ഇത്ര കാലം എനിക്ക് പാസ്പോർട്ട് ഇല്ലേനി. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തു, നമ്മ പാസ്പോർട്ട് എടുത്ത് കണ്ട ഇത് തുറക്കാൻ പറ്റുമോ, ലീക്കാവോ അറിയില്ലടാ. ഇതിൽ കുറെ പേജൊക്കെ ഉണ്ട് കേട്ടോ പാസ്പോർട്ടില്. നമ്മ ഈ പണ്ട് നോട്ട്ബുക്ക് ഒക്കെ ഉള്ള മാതിരത്തെ കുറെ പേജൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണത് പാസ്പോർട്ടിനെ കുറിച്ച് ഓവർ ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് തോന്നണത് ഓരോ രാജ്യം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അങ്ങനെ എന്തോ ആണ് പാസ്പോർട്ട്. ഇനിയിപ്പോ വിവരമില്ലാത്ത ഓരോന്നും വിളിച്ചരണ്ട. ചിലപ്പോ ഓരോരുത്തർ അതിന്റെ മണ്ടാച്ചിത്ര. കാരണം എന്താ പറയാ, നമ്മ ഇത്ര കാലം ട്രെയിനിൽ ഇങ്ങനെ പോണല്ലേ, നമ്മ എന്ത് ഫ്ലൈറ്റ് ഇപ്പോഴല്ലേ. പിന്നെ ഫ്ലൈറ്റിൽ പോയിന് ഡൽഹിക്ക് ലക്ഷദ്വീപിക്ക്, അവർക്ക് എന്ത് മതി, ആധാർ കാർഡ് മതി. അപ്പോഴും ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ഏതായാലും ചലഞ്ച് അക്സെപ്റ്റഡ് ഒഫീഷ്യലി. ഓക്കെ, ഇതനുസരിച്ച് കെട്ടിയിരിക്കും എന്തായാലും. 2026 ചലഞ്ച് എന്തായാലും ഏറ്റെടുക്കട്ടെ. 27 പോലെ 26. ഓക്കെ, അതാണ് ചലഞ്ച്. അതിൽ പോയിട്ട് തൊട്ടിലെട്ടിക്ക് എടുക്കുക, വീഡിയോ ഇടുക. ഓക്കെ, സെറ്റ്. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കയറാം. അടുത്തത് നമുക്കൊരു റിയാക്ഷൻ വീഡിയോ ആക്കാം. ഓക്കെ, ഒരു പെണ്ണും ഇപ്പൊ കല്യാണം കഴിച്ചു, എങ്ങനെയാണ് പ്രൊഡക്റ്റ് അടുത്തൊരു പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ കുട്ടികൾ എങ്ങനെ ഉണ്ടാവും, വരും തലമുറ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ നോർമലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളുടെ ലൈഫിലും അങ്ങനെ തന്നെ പറയാറുണ്ട്. എങ്ങനെ ഒരു കുട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോ ഒരാണും പെണ്ണും കല്യാണം കഴിച്ചു, അങ്ങനെ കല്യാണം കഴിച്ച എത്രയോ പേർക്ക് കുട്ടികളില്ല അല്ലേ? അപ്പൊ അത് നിങ്ങൾ നോർമലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾ ഇത് ചെയ്തോ. അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടല്ലോ, അഡോപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു ബെറ്റർ ലൈഫ് കിട്ടുക, ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടുക, ബെറ്റർ ഒരു നമ്മളൊരു എന്തല്ലേ ഇവരിങ്ങനെ പറയണ നോക്കി. എങ്ങനെ ഇതിനൊക്കെ ഉത്തരമുള്ളത്? ഇപ്പൊ ആ കുട്ടി ഇവരിപ്പോ പറഞ്ഞ എന്താ വെച്ചാല്, അല്ല ഒന്നാമത് എന്താ വെച്ചാല് നമ്മളെ ഇപ്പുള്ള ഈ കാലല്ലേടാ, ഈ കാലത്ത് മറ്റേ പണ്ട് ഇത്ര കാലം നമ്മളെ ഇമ്മ കല്യാണം കഴിക്കുന്ന കുട്ടികളുണ്ടാണ്. അങ്ങനെ ജീവിച്ചു പോകുന്ന ആ ശൈലി മാറ്റിയിട്ട് ഇനി എല്ലാവരും അഡോപ്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും ആണിന്റെ ഇതും പെണ്ണിന്റെ ഇതും എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ കുട്ടികൾ, അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഓ എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം? പഠിച്ചോ നമുക്കൊരു സിസ്റ്റം പറഞ്ഞു തന്നില്ലേ, ഇങ്ങനെയാണ് ഇങ്ങനെ. ഇപ്പൊ ഇവന്റെ അമ്മയും വാപ്പി ഇപ്പൊ ഇവനെ മെഷീനിലിട്ടിട്ട് അതാക്കിയത്. എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്നാലും എന്തെങ്കിലും ഈ ജാസിനെ പേഴ്സണലി അറിയാം. ജാസിൽ മൂപ്പർക്ക് ഓർക്ക് ഇന്നെ അറിയാം, എനിക്ക് ഓനെ അറിയാം. ഐ മീൻ നമ്മ ഓരോ പരിപാടിക്ക് വെച്ച് കണ്ടതാണ്. പക്ഷെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ വന്നൊന്നും പറയരുത്. ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പോൾ ചെറിയ എന്തെങ്കിലും ഇതൊക്കെ ഒരു സൈസ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു സൈസ് മാനസിക ഇതാണ്. അത് നമ്മൾ അതിന് നിൽക്കുമ്പോൾ അതിനനുസരിച്ച് വരികയെന്നുള്ളൂ. ഇത് എന്തെങ്കിലുമൊക്കെ കണ്ട് പറയുന്നേ, കുട്ടികളെ അഡോപ്റ്റ് എടുത്ത് എന്ത് അഡോപ്റ്റ് എടുക്കുക? ഇത് ഈ കാലത്ത് വന്ന ഒരു ചിന്തയാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ. എടാ ഇതൊക്കെ കേട്ട് എനിക്കൊക്കെ പേടിയാവുന്നുണ്ട് കല്യാണം കഴിച്ചാണ്. കാരണം എന്താ വെച്ചാല് ഇത് ഇങ്ങനത്തെ ഓരോ റീലും അതും ഇതും കണ്ടാണ്ടാണ് ഞാനൊരു തന്തായിട്ട് വർത്താനം പറയാട്ടാ. ഞമ്മ ഈ സ്റ്റേജിൽ നിന്നിട്ടല്ല, ഞാൻ വാപ്പായിട്ടുള്ള തന്തപ്പിടി ആയിട്ടാ പറയണേ.
നമ്മ മക്കളൊക്കെ ഇതേമാതിരത്തെ ഓരോ സാധനം കണ്ടാണ്ട് വളരുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് കയ്യിൽ ഇങ്ങനത്തെ വീഡിയോ പിന്നെ എന്തിനാ കിട്ടണത്? ഈ മലപ്പുറത്ത് ഇങ്ങനത്തെ കുറെ സാധനം ഇവ ജാസി കുറ്റിപ്പറഞ്ഞ് ഈ നീലക്കുയിൽ എല്ലാവരും മലപ്പുറം. നിങ്ങൾ മലപ്പുറം ഒന്ന് എടുത്തു നോക്കി എത്രമാതിരി. ഞാൻ പേര് പറയില്ല, പെരേക്ക് തെരഞ്ഞല്ലോ ഓരോരുത്തർ. പേടിയാണ്. എൻ്റെ പെര കോഴിക്കോടാണ്, ഐ മീൻ നമ്മ ബോർഡറിലാണ്. പക്ഷെ അങ്ങനെ പറയില്ല. കാരണം എന്താ വെച്ചാല് എന്തൊരു ഭയങ്കര വിഷം കുത്തി വെക്കണ മാതിരില്ലേ നമുക്ക് തോന്നുക. എന്ത് നോർമലൈസ് ചെയ്യുക? ഓൾക്ക് മിണ്ടാതെ അവിടെ ഇരുന്ന് അടങ്ങി ഇരുന്നാൽ പോലെ. എന്തിനാണ് ഇത് സമുദായത്തിൽ ഇറങ്ങിയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അത് ചെയ്തൂടെ ഇത് ചെയ്തൂടെ? ഒരേറ്റ അടിച്ച് മോന്തക്കുറ്റി കൊട്ടി കൊടുക്കുക ആളില്ല. ഇതാ അതൊക്കെ തീരെ പിടിച്ചില്ല. ബേഡായി ചടിച്ച് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു പാക്ക് ക്യാൻസ് വാങ്ങിയാലോ എന്ന്. അപ്പോൾ ഞാൻ നേരെ അച്ഛൻ്റെ റൂമിൽ പോയി അച്ഛൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു 50 റുപ്യ എടുത്ത് പോയി. വണ്ടി എടുക്കാൻ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് വണ്ടി പെട്രോൾ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, നേരെ നടന്ന് നേരെ സാധാരണമായി ഒരു ഉപ്പും വെച്ച് നേരെ വീട്ടിലേക്ക്. എന്തൊരു ഓപ്പൺ മൈൻഡിലേ. ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമ്മ നാട്ടിലൊക്കെ എന്താ പറയാ, എടാ കച്ചറ ചടക്കണട്ടാ പെണ്ണിട്ടൂല. ഇതങ്ങനെ ഒരു സംഭവേ ഇല്ല. വീട്ടില് ഹാൻഡ്സ് വാങ്ങാൻ പൂതിയായപ്പോ അച്ഛന്റെ കേസ് ഇത് പൈസ എടുക്കണം. ഇനിയിപ്പോ അവന് ഫോർ എക്സാമ്പിൾ അവന് കണ്ടന്റ് ആയി ചെയ്യാ വിചാരിച്ച ഇതൊക്കെ നാട്ടുകാരെ അറിയില്ലേ. നമ്മപ്പോ ഇങ്ങനെ പറയലുണ്ടാ, ഗൈസ് ഞാൻ എന്റെ ഏതെങ്കിലും വീഡിയോയിൽ പറയലുണ്ടാ, ഹലോ ഗൈസ് ഞാൻ ഇന്ന് കൂള് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഈ ചിലപ്പോ ഇതൊക്കെ അവിടെ പെരയിലൊന്നും സീൻ ഉണ്ടാവില്ല. ചിലപ്പോ അച്ഛൻ അവിടെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അമ്മ അവിടെ വേറെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒക്കെ ഫാമിലി. കാരണം എന്താ വെച്ചാൽ അമ്മ ഇങ്ങനത്തെ ഫാമിലി വളർന്നുകൊണ്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടാ. ഇങ്ങനത്തെ ഒക്കെ ചില ഫാമിലിയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. പഠിച്ചോൻ കറിയാം. എന്തായാലും ചെക്ക ഓപ്പൺ മൈൻഡാണ്, അതൊക്കെ ഇഷ്ടപ്പെട്ട്. കൂള് വാങ്ങാൻ ഹാൻഡ്സ് വാങ്ങാൻ പൂതിയായപ്പോ അച്ഛന്റെ പേഴ്സിന്ന് കക്കണോ. കാരണം അച്ഛന് എന്താ സ്വിച്ച് ഫോണാവും, ഒന്നും ഉണ്ടാവില്ല, ടച്ച് ഫോണൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ ഏതെങ്കിലും വിവരമുള്ളവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, എടാ എൻ്റെ ഇപ്പൊ സുധാകരൻ എൻ്റെ ഫോൺ പേഴ്സിന്ന് പൈസ എടുത്തണല്ലോ ഹാൻഡ്സ് വാങ്ങാന്. അങ്ങനെയൊക്കെ പഠിച്ചവർക്ക് അറിയാം. ഏതായാലും അടിപൊളിയായിട്ടാ വീഡിയോ. അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് റിയാക്ഷൻ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഏതാണെന്ന് നോക്കാം. मार्केट के अंदर न्यू आइटम आया है लाइट वाली आपके लिए ब्रा, सिर्फ और सिर्फ 40 रुपए के अंदर। लाइट वाली आपके लिए पैंटी भी बनवा दी है, ये देख सकते हो लाइट वाली। उसके बाद थोड़ी सस्ती वैरायटी की बात करते हैं ना, इस तरह वैरायटी बनवा दी है। सस्ती की सस्ती वैरायटी, बढ़िया की बढ़िया वैरायटी, एक से एक वैरायटी। അതെന്താ അല്ല, ഞാൻ ഈ ബ്രേഷർ ഇതൊക്കെ ലൈറ്റ് ഉള്ളതൊക്കെ ഉപയോഗിക്കുവോ? അമ്മ അറിയില്ലട്ടാ. ഷെഡി ഗേൾസ് അപ്പൊ ലൈറ്റ് ഉള്ളതൊക്കെ ഉപയോഗിക്കുവോ? ഇനി ചിലപ്പോ മാർക്കറ്റിങ്ങിനായിട്ട് ഈ ചെങ്ങായി ചെയ്തതാവും. ഫസ്റ്റ് അത് വെക്കുക. കാരണം ഞാനിപ്പോ ഫസ്റ്റ് ഈ റീല് കണ്ടപ്പോ എന്താ ശ്രദ്ധിച്ചേ, അപ്പൊ സ്ത്രീകൾ അങ്ങനത്തെ ഉപയോഗിക്കുവോ? ആ മൈൻഡ് എന്റെ പോയത്. പിന്നെ അവന് ശരിക്കുള്ള കച്ചവടം തുടങ്ങണ ഐഡിയക്കാരാ ചിലക്കാ പോടാ അവിടുന്ന്. ഇതൊക്കെ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇടാ ഞാൻ. നെക്സ്റ്റ് എന്താ സംഭവം? എന്താ അല്ലാ, ഏതോ ഒരു ബംഗാളി ഫർദി അണ്ടക്ക് ചവിട്ടി കളിക്കിന്. ഫർദറ്റാണ്ട് എന്തോ സ്കീമിന് വന്നതാണ് ആൾ. എന്തോ ആളാരോ പറ്റി വലിച്ചു കീറുന്നതാ. പൊക്കി ഉള്ളിലുണ്ട്. അതുണ്ടാ ഉണ്ടാവും. അതാ മാല എന്തോ പൊക്കി പിടിച്ചത്. അതാ അല്ലാ, ബനിയന്റെ ഉള്ളിൽ അതൊക്കെ വെച്ചാണ്. ഞാനൊക്കെ അവിടെ നൊലുവിളിക്കണൊക്കെ ചെങ്ങായി. ഞാനൊക്കെ അവിടെ ഉണ്ടാവണേനി. പഠിച്ചോനെ, ഞാൻ എത്രമാതിരി ട്രിപ്പ് പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് തന്നെ എങ്ങനെങ്കിലും ഒന്ന് എത്തിക്ക് പഠിച്ചോനെ. കുപ്പായപ്പിച്ച് ബ്രേഷറി അത് പിടിക്കുന്നവർക്ക് എന്ത് സന്തോഷം ഉണ്ടാവൂലേ. ഇന്നെപ്പോലത്തെ ആരെങ്കിലൊക്കെ ഉണ്ടാവും അവിടെ. ഇനി ട്രൗസർ അയക്കുവോ? പഠിച്ചോൻക്കറിയാം. അതാ കിട്ടിണ്ടാവൂട്ടാ, പെരുങ്കിട്ടല് കിട്ടിണ്ടാവും. ഫർദ ബുർക്ക കയ്യിനൊറ ഒക്കെ ഇട്ടാണ്ട് ആള് മെല്ലെ ഇറങ്ങിയതാ. ഇപ്പൊ എന്തെങ്കിലും കട്ട് പിടിച്ചതോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഏതായാലും പാവം. ഏതായാലും ഈ പക്ഷെ വേറൊരു സംഭവം ഉണ്ടാ, നിങ്ങൾക്ക് അറിയില്ല. നമ്മ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിള് നമ്മള് ഒരൊട്ടം ടിക്കറ്റ് ഇല്ലാതെ നമ്മൾ പൊക്കില്ല, അപ്പോഴാണ് നമുക്ക് ഡബിൾ ധൈര്യം വരിക.
അങ്ങനെ ഞങ്ങൾ 2ാമത്തെ വട്ടം കളിക്കും, 3ാമത്തെ വട്ടം, 4ാമത്തെ വട്ടം, അങ്ങനെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കലുണ്ട്. അപ്പൊ നമ്മ എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ അയച്ചിട്ട് തന്നെ മാതിരി തോന്നും. അപ്പൊ നല്ല സുഖമുള്ള മാതിരി തോന്നും. ഇപ്പൊ ഗോൾഡ് കടത്ത എന്ത് സംഭവമാണെങ്കിലും ഇപ്പൊ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പോയാണ് എന്തെങ്കിലും അടിക്കുക. അപ്പൊ ആ സ്പോട്ട് നല്ല രസമായി തോന്നി. പിന്നെ അടുത്ത ദിവസം അങ്ങനെ നമുക്ക് ഇങ്ങനെ സുഖമായി തോന്നും. അങ്ങനെ ആള് നല്ല ധൈര്യത്തിൽ ഒരു ദിവസം കീൻ്റെ ഇതിൽ ഇറങ്ങിയാവും, പിടിച്ചടാ പാവം അങ്ങോട്ടൊക്കെ ചവിട്ടിയാണ്ട് ഞങ്ങള് കൊല പോയിണ്ടാവും, പാവടാ. എന്നാലും അങ്ങോട്ട് ചവിട്ടണ്ടില്ലേ, അത് കണ്ടിട്ട് എന്തോ മാതിരി ഒരു സങ്കടക്കാണ്, എന്താ അറിയില്ല, പാവം. നമുക്ക് അടുത്ത ഏതെങ്കിലും റിയാക്ഷൻ വീഡിയോയിലേക്ക് പോവാം. അടുത്ത് നെക്സ്റ്റ്. പിന്നെതാ ഈ ടീമിനെ നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. ഇവളെ പേര് തുമ്പി. പിന്നെ മറ്റേ ചെങ്ങായി അവന്റെ ഓളാ പെണ്ണിന്റെ എടുത്തുക്കണ ചെങ്ങായിതാ, അത് ഇവളെ ചേച്ചിന്റെ തന്തപ്പിടിതാ, ആ തന്തന്റെ ചേച്ചിന്റെ മോളാണ് ഈ പെണ്ണ്. എന്നിട്ട് ഇവരെ മെയിൻ ഒരു ഇത് പറഞ്ഞുതരാ. ഇവളെന്താ വെച്ചാല് ഇവിടെ അടുത്ത് നമ്മൾ ഇൻസ്റ്റയില് സബ്സ്ക്രിപ്ഷൻ എടുക്കും. ഇവളെ ഡ്രസ്സിങ് തന്നെ മറ്റേ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ചില ഡ്രസ്സിങ് ഒക്കെ ഒരു നോർമലായിട്ട് ഉണ്ടാവും. ഇവള് ഈ റീച്ചിന് വേണ്ടി ഇങ്ങനെ ക്ലീവേജ് ഒക്കെ കാട്ടിട്ട് അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ടീമാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇൻസ്റ്റയിൽ ഇവര് അങ്ങനെയാണ് അറിയപ്പെടുന്നത് മൊത്തത്തില്. അതിങ്ങനെ കാണിച്ച് ജീവിക്കുക, അങ്ങനത്തെ ഒരു മൈൻഡാണ്. എന്നിട്ട് ഇവരെന്തോ ഒരു ഇതുണ്ടേനി, ഇവര് താറൊക്കെ എടുത്തിന് ഇൻസ്റ്റയിൽ സബ്സ്ക്രിപ്ഷൻ ഇടും. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് മാത്രം കാണാൻ പറ്റുന്ന വീഡിയോ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇവര് എത്രയോ 300 അങ്ങനെയൊക്കെ എടുത്ത്. അപ്പൊ അത് കുറെ ആൾക്കാർ എടുത്തിട്ട് ഇവര് എന്നിട്ട് ആ പൈസ ആയിട്ട് ഒരു താറ് വാങ്ങിന്. അപ്പൊ അത്രക്കും കാണിച്ച് ജീവിക്കുന്ന ടീമാണെന്ന് അർത്ഥം. ഞാൻ അങ്ങനെ ആലോചിക്കുക, ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും ഇപ്പൊ ഇതിന് നിന്നാലേ ഞമ്മ പിന്നെ ഒന്നും കാണിക്കാനൊന്നുമില്ല. അങ്ങനല്ല, നമ്മ ആണുങ്ങളല്ലടാ, നമ്മളെ അനുസരിച്ച്. ഞാൻ അങ്ങനെ ആലോചിക്കുക, ഇപ്പൊ നല്ല ഗേൾസ് ഉണ്ടല്ലോ, ഇവളെ മാതിരിയൊന്നും ആവില്ലല്ലോ എല്ലാരും. അപ്പം ഇവളൊരു വീഡിയോ കണ്ടോക്കിട്ടാ, വെറുതെ ഞാൻ ജസ്റ്റ് ഇവരെ പരിചയപ്പെടുത്താൻ വേണ്ടി വീഡിയോ കാണിച്ചു തരാം കേട്ടാ. ഹലോ ഗൈസ്, തുമ്പിയുടെ മോഡേൺ ഡ്രസ്സിനെ കുറിച്ചിട്ട് നെഗറ്റീവ് കമന്റ് വരുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഞാൻ മാത്രമല്ലല്ലോ ഗൈസ് മോഡേൺ ഡ്രസ് ഇടുന്നുള്ളത്, എത്രയോ പേര് ഇടുന്നുണ്ട്. ഫിലിമിലായാലും ഇവിടെ പറയണേ ഇവിടെ മാത്രമല്ലല്ലോ ഇടണേന്നാണ് ഇവിടെ പറയണേ. പക്ഷെ ഇവളോട് ഇപ്പോ ചെയ്യണ ഞങ്ങൾ പറഞ്ഞാലൊന്നും അവരവരുടെ ഇഷ്ടത്തിനല്ല അവരവർ മോഡേൺ ഡ്രസ് ഇടുന്നത്. ഇത് എനിക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ട്, ഇവലെ റിയൽ ലൈഫൊക്കെ രസം ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ നല്ല അടിപൊളിയായി സമാധാനത്തിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഇത് ഇവർക്ക് തന്നെ അറിയാം ഇത് ഇതിനാണ്. പിന്നെ മൈ ലൈഫ് കുറെ ടീമൊക്കെ വരും, അത് വീട് മറ്റേ ചർച്ച ആവും, നമ്മ തന്താര ചർച്ച ആവുന്നുണ്ട്. ഇങ്ങനത്തെ ഒന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഗൈസ്, ഇന്ന് ഇത്രയൊക്കെ വീഡിയോസ് ആണ് ഞമ്മ ഇങ്ങനെ ഷെയർ ചെയ്ത് സംസാരിക്കാനുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാം, രസമില്ലെങ്കിൽ രസമില്ല എന്ന് മുഖത്ത് നോക്കി പറയാം. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്തേക്കുക. അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യല്ലേ, നമ്മൾ ഇൻസ്റ്റ അയച്ച് പറഞ്ഞതാ, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനിയൊന്നും ഇടക്കിടക്ക് റിയാക്ഷൻ വീഡിയോ ഉണ്ടാവും കേട്ടോ, നാളെ മറ്റന്നാളൊക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സി യു. അപ്പൊ ആരും ഓക്കെ നാശനം മറക്കരുത്. ഓക്കെ, ബൈ.